ആന്തൂർ നണശ്ശേരി പൂവത്തുംകുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഭാരവാഹനം വീട്ടിലേക്ക് ഇടിച്ചു കയറി. തലനാരിഴയ്ക്കാണ് ഗൃഹനാഥൻ രക്ഷപ്പെട്ടത്. നണശ്ശേരി സ്വദേശി സി ശേഖരനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എയർപോർട്ട് റോഡിൽ ചെങ്കുത്തായ കയറ്റത്തിൽ നിന്നു പോയ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് പിറകോട്ട് വന്ന് ശേഖരന്റെ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബാവുപ്പറമ്പ് പൂവത്തുംകുന്ന് കള്ളുഷാപ്പിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന എയർപോർട്ട് റോഡിൽ ചെങ്കുത്തായ കയറ്റമാണ് ഭാരവാഹനങ്ങൾക്ക് വിനയാകുന്നത്. വലിയ കയറ്റമുള്ളതറിയാതെ എത്തുന്ന ഭാരവാഹനങ്ങൾ കയറ്റത്തിലെ വളവിലെത്തുമ്പോൾ തന്നെ മുന്നോട്ടു പോകാനാകാതെ നിന്നു പോവുകയാണ്. പല വാഹനങ്ങളും ഇവിടെ നിന്ന് പിറകോട്ട് വരുമ്പോൾ നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ ശേഖരന്റെ വീട്ടുമതിലും ഗേറ്റും തകർത്ത മുറ്റത്തേക്ക് ഇടിച്ചു കയറുകയാണ് പതിവ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 7 വാഹനങ്ങളാണ് ഇവിടെ ഇടിച്ചുകയറി അപകടമുണ്ടായത്. കൂടാതെ റോഡരികിലേക്ക് മറിഞ്ഞുള്ള അപകടങ്ങളും വാഹനം റോഡിൽ കുടുങ്ങി ഗതാഗത തടസ്സങ്ങളും പതിവാണ്. തിങ്കളാഴ്ച രാവിലെയാണ് ഏറ്റവും ഒടുവിൽ ചരക്ക് വാഹനം അപകടത്തിൽപ്പെട്ടത്. സിമന്റ് കട്ടകളുമായി വന്ന ലോറി കയറ്റത്തിലെ വളവിൽ നിന്ന് നിയന്ത്രണം നഷ്ടമായി പിന്നോട്ട് വന്ന ശേഖരന്റെ വീട്ടുമതിലും ഗേറ്റും തകർത്ത് മുറ്റത്തേക്ക് ഇടിച്ചുകയറി. ഈ സമയം ഇവിടെയുണ്ടായിരുന്ന ശേഖരൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അപകടങ്ങൾ പതിവായതോടെ ഭീതിയോടെയാണ് ശേഖരനും വീട്ടുകാരും കഴിയുന്നത്. അപകട ഭീഷണി ഒഴിവാക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കുമെന്ന് KRFB അധികൃതർ അറിയിച്ചതായി വാർഡ് മെമ്പർ ശ്രീഷ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് PWയോടും KRFBയോടും എല്ലാം ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ പുതിയ റോഡിന്റെ അലൈൻമെന്റ് വരുന്നത് റോഡിൽ നിന്ന് മാറിയിട്ട് വരുന്നതുകൊണ്ട് പുതിയ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഈ റോഡിൽ വലിയൊരു ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികം ഒരു ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ വാള് കെട്ടിത്തരാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് അടുത്ത ദിവസം തന്നെ ചെയ്തു തരാന്നുള്ള രീതിയിലായിരുന്നു KRFBന്റെ ടീം അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.